നെൽകർഷകർക്ക് സംസ്ഥാന സർക്കാരിന്റെ ഇരുട്ടടി വീണ്ടും. സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ തുക അനുവദിച്ചാൽ മാത്രമേ നെല്ലിന്റെ വില ഇനി അനുവദിക്കൂ എന്നാണ് പുതിയ ഉത്തരവ്. സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷനാണ് ഉത്തരവിറക്കിയത്. ഇത് അംഗീകരിച്ചാൽ മാത്രമേ ഇനി രജിസ്ട്രേഷൻ നടപടി അംഗീകരിക്കൂ. ഗുണനിലവാരമുള്ള നെല്ല് സംഭരിക്കൂ എന്നുമുണ്ട് ഉത്തരവിൽ. പുതിയ വ്യവസ്ഥ പ്രകാരം ഇനി സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെതിരെ കർഷകന് നിയമ നടപടി സ്വീകരിക്കാൻ കഴിയില്ല. അളന്ന നെല്ലിന്റെ പണം ലഭിക്കാത്തതിനെ തുടർന്ന് സമരങ്ങൾ നടന്നുവരുന്നതിനിടെയാണ് വിചിത്രമായ ഉത്തരവ്. നെല്ല് സംഭരണ പദ്ധതി പ്രകാരം എന്റെ സംഭരിച്ച നെല്ലിന്റെ തുക കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ നിന്നും സപ്ലൈകോ ലഭ്യമാകുന്ന മുറയ്ക്ക് മാത്രമേ സപ്ലൈകോകളിൽ നിന്നും കർഷകർക്ക് പണം ലഭ്യമാവൂ എന്ന കാര്യം ഞാൻ അംഗീകരിക്കുന്നു. എനിക്ക് സമ്മതമാണെന്ന സപ്ലൈകോ പോർട്ടലിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി രജിസ്ട്രേഷൻ നടപടിക്രമം തുടരാനാവൂ. ഇതാണ് കർഷകരെ വലയ്ക്കുന്നത്. ഫലത്തിൽ ഒരു കൈയൊഴിഞ്ഞാൽ തന്ത്രം. കേന്ദ്ര സർക്കാർ 20,061 കോടി രൂപ തരാനുണ്ടെന്ന് ഭക്ഷ്യമന്ത്രി പറയുമ്പോൾ പാലക്കാട് ജില്ലയിൽ മാത്രം 2000-ഓളം കർഷകർക്ക് ഇനിയും പണം ലഭിക്കാനുണ്ടെന്നാണ് കർഷകർ പറയുന്നത്. മാത്രമല്ല, ഇനി സംഭരണ കേന്ദ്രത്തിൽ കർഷകർ നേരിട്ട് നെല്ലെത്തിച്ചു കൊടുക്കുവാനും നിർദ്ദേശമുണ്ട്. ഇതിനായി താൽക്കാലിക സംഭരണ കേന്ദ്രം നിശ്ചയിച്ചു നൽകും. കേന്ദ്ര മാനദണ്ഡപ്രകാരമുള്ള ഗുണനിലവാരം ഉറപ്പുവരുത്തിയ നെല്ല് മാത്രമേ ഇനി സംഭരിക്കൂ എന്നതും വെല്ലുവിളിയാണ്. പാലക്കാട് ജില്ലയിൽ പടിഞ്ഞാറ് പ്രദേശങ്ങളിൽ കൊയ്ത്ത് ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ സംഭരണ വില ഇനിയും നിശ്ചയിച്ചിട്ടില്ല. ഈ ഉത്തരവ് കർഷകരെ പിന്തിരിപ്പിക്കാനുള്ള നീക്കമാണെന്നാണ് കർഷക സംഘടനകൾ പറയുന്നത്. എന്നാൽ 2018-19 ഓഡിറ്റ് റിപ്പോർട്ട് ഇതുവരെ കേന്ദ്രത്തിന് സംസ്ഥാന സർക്കാർ സമർപ്പിച്ചിട്ടില്ലെന്നാണ് BJP വൃത്തങ്ങൾ പറയുന്നത്. UTV ന്യൂസ്, പാലക്കാട്.